سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون الله سبحانه وتعالى മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമ വ്യവസ്ഥകളും ഭൗതിക ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ വിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെ ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പറയുമ്പോഴും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഏവരും വളരെ പ്രതീക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധ റമദാൻ ഓരോ ദിവസവും നമ്മോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ഖുതുബകളിൽ പരിശുദ്ധ റമദാനിൻ്റെ മുഴുവൻ പ്രതിഫലങ്ങളും പരിശുദ്ധ റമദാൻ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന മുഴുവൻ ആത്മീയ അനുഭവങ്ങളും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എനിക്ക് കരസ്ഥമാക്കണമെങ്കിൽ റമദാൻ 1 മുതലല്ല, അതിനേക്കാൾ മുൻപേ അത് നേടിയെടുക്കാനും അതിൽ സജീവമാകാനുമുള്ള തയ്യാറെടുപ്പുകൾ ദിവസങ്ങളായി ആഴ്ചകളായി നാം ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാനും റമദാനിനെ റമദാനാക്കിയ ഖുർആനും തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുക, ആ ബന്ധം എന്താണ് എന്നുള്ളത് സ്വയം ഇവാലുവേറ്റ് ചെയ്യുക. ഞാനും ഖുർആനും തമ്മിലുള്ള ബന്ധം നന്നാക്കാൻ ഞാൻ എന്തൊക്കെയാണോ ശ്രമങ്ങൾ നടത്തേണ്ടത് ആ ശ്രമങ്ങളൊക്കെ നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങളായിട്ട് നമ്മൾ സൂചിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനുകളെ പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിലെ ഏത് കാര്യവും ഞാനും നിങ്ങളും കൃത്യമായി ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണത് റസൂലുള്ളാഹി ചെയ്തത് എന്ന് നോക്കിയിട്ടാണ്. റസൂലുള്ളാഹി എങ്ങനെയാണോ സ്വഹാബാക്കളെ ആവശ്യത്തിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചത് എന്ന് പരിശോധിച്ചിട്ടുള്ളതാണ്. എന്തായിരുന്നു റസൂലുള്ളാഹി സ്വഹാബാക്കൾക്ക് കൊടുത്തപ്പം അവരുടെ ഒരു ഫീഡ്ബാക്ക്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു അവരുടെ ആ തിരക്ക് പിടിച്ച ജീവിതത്തെ, അവരുടെ ടൈം മാനേജ്മെന്റിനെ, അവരുടെ ഡെയിലി ലൈഫിലെ റൂട്ടീനെ ഇസ്ലാമികപരമായ ജീവിതവുമായി ബന്ധപ്പെടുത്തി അവരതിനെ ഷെഡ്യൂൾ ചെയ്തെടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും റമദാൻ എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നുണ്ടാകുക നോമ്പിനെ കുറിച്ച്. റമദാൻ എന്ന് ആദ്യം കേൾക്കുമ്പോൾ മനസ്സ് സംസാരിക്കുക നോമ്പിനെ കുറിച്ചാണ്. അത് ഇനി മുതൽ അല്ലെങ്കിൽ 1 മുതൽ നമ്മൾ പട്ടിണിയാണ്. പകല് നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, എൻ്റെ ഇഷ്ടാനുസരണങ്ങൾക്കനുസരിച്ച് എനിക്ക് ജീവിക്കാനും പറ്റില്ല. പിന്നെ നോമ്പിനെ കുറിച്ച് റമദാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരാം റമദാനിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ചോ റമദാനുമായി ബന്ധപ്പെട്ട പരിപാടികളെ കുറിച്ചിട്ടൊക്കെ. ഖുർആൻ ആകെ റമദാൻ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത് ഒരു സ്ഥലത്താണ്. അത് നോമ്പിനെ കുറിച്ച് പറയാനല്ല, ഇഫ്താറിനെ കുറിച്ച് പറയാനല്ല, പട്ടിണിയെ കുറിച്ച് പറയാനല്ല, അതല്ലെങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ആരാധകനെ കുറിച്ചിട്ട് പറയാനോ അല്ല. ഖുർആൻ റമദാൻ എന്ന് പറഞ്ഞ ഖുർആൻ റമദാൻ എന്ന മാസം ഒറ്റ സ്ഥലത്ത് പറഞ്ഞത് ഖുർആനെ കുറിച്ച് പറയാനാണ്. ഖുർആൻ
എന്ന് പറഞ്ഞാൽ അത് മാത്രമേ അതിന്റെ പ്രത്യേകത ഉള്ളൂ. അതുകൊണ്ട് ഫല്യസും, റമദാനിൽ ഖുർആൻ അവതരിച്ചത് കൊണ്ടാണ് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത്. അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് ഇഫ്താർ സംഘടിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ആരാധനാ കർമ്മങ്ങളും ഖുർആനെ ബേസ് ചെയ്തിട്ടാണ് വരിക. ഖുർആൻ ഒന്നും അവതരിച്ചില്ലായിരുന്നെങ്കിൽ ലൈലത്തുൽ ഖദർ രാത്രിയില്ല, റമദാൻ ഇത്രയൊന്നും മഹത്വവും ശ്രേഷ്ഠതയില്ല. എങ്ങനെയാണോ ദുൽഹജ്ജിനെ, എങ്ങനെയാണോ ഷാബാനിനെയും റജബിനൊക്കെ നമ്മൾ കാണുന്നത്, അതുപോലത്തെ ഒരു സാധാരണ മാസമായിരിക്കും. പക്ഷെ ഖുർആൻ അവതരിച്ചത് കൊണ്ട് അതിന് ഇത്രമാത്രം പവിത്രതയും മഹത്വവും. നമ്മൾ ആരും തന്നെ റമദാനിൽ ഒരുങ്ങിയില്ല എന്ന് തന്നെ വിചാരിക്കുക. നമ്മൾ തീരുമാനിച്ചു ഈ റമദാനിൽ ഞാൻ അങ്ങനെ ഇബാദത്തുകൾക്കും ആരാധനകൾക്കും സമയം ചെലവഴിക്കാൻ വിചാരിക്കുന്നില്ല. ഓൾറെഡി ഞാൻ ബിസിനസ്സിൽ ടൈറ്റ് ആണ്, എന്റെ വർക്കിൽ ഞാൻ ഓൾറെഡി ഓവർലോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ ഫാമിലി ലൈഫിൽ ഞാൻ ബിസിയാണ്, എന്റെ ക്യാമ്പസ് ലൈഫിൽ ഞാൻ ബിസിയാണ്. അപ്പൊ ആ ബിസിയിൽ എന്റെ അസൈൻമെന്റ് വരുന്ന സമയമാണ്, പ്രോജക്റ്റുകൾ വരുന്ന സമയമാണ്, എക്സാം വരുന്ന, ഇങ്ങനെ ഓരോരുത്തരുടെയും ജീവിത വീക്ഷണത്തിൽ അവരുടെ അനുഭവങ്ങൾ വെച്ചിട്ട് ഒരാൾ തീരുമാനിക്കുകയാണ് ഞാൻ ഇപ്രാവശ്യം റമദാനിൽ കുറച്ച് ബാക്കാകാൻ തന്നെ തീരുമാനിച്ചു, അത്യാവശ്യം സമയം കിട്ടുകയാണെങ്കിൽ തറാവിക്ക് പോകും എന്നല്ലാതെ വേറൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ തന്നെ റമദാൻ ഒന്നാകുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു ആത്മീയത അയാൾ വിചാരിക്കാതെ തന്നെ കിട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ റമദാനിന്റെ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ലോകമെമ്പാടും, എത്രത്തോളം നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ തന്നെ റമദാൻ 1 മുതൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണുക റമദാനുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളായിരിക്കും. അത്രയധികം ലോകം റമദാനിലേക്ക് കയറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും ഒക്കെ റമദാൻ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് ഒരുപാട് ദിവസങ്ങൾ മുമ്പും ആഴ്ചകൾ മുമ്പും അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു, അതിനെക്കുറിച്ചിട്ട് പരസ്പരം ചർച്ച ചെയ്യുമായിരുന്നു. കൃത്യമായ സ്കെഡ്യൂളിൽ അവർ പോകാം. കാരണം ഈ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഇല്ല. നമുക്കൊക്കെ അറിയുന്ന സുപരിചിതമായ, നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ ചില മണിക്കൂറുകൾ മാത്രം ഉണ്ടാകുന്ന ചില ഓഫറുകൾ ഉണ്ടാവും. ആ മണിക്കൂറുകൾക്കിടയിൽ നടക്കുന്ന ഓഫറിൽ ആ സ്ഥാപനത്തിൽ ഒരുപാട് ആളുകളുടെ തിരക്കുണ്ടാവും. ആ സമയത്ത് 1 മണിക്കൂറാണ് ഓഫർ എങ്കിൽ ആ 1 മണിക്കൂറിൽ നമ്മൾ ഇത്ര ദൂരം സഞ്ചരിച്ച് ഫാമിലി ആയിട്ട് ആ ഷോപ്പിൽ കയറി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മൾ മറ്റൊരു കാര്യവും ആലോചിക്കില്ല. കാരണം ആകെ ഉള്ളത് 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂറിന്റെ ഇടയിൽ എനിക്ക് നേടിയെടുക്കാണ്ട് അല്ലെങ്കിൽ വാങ്ങിച്ചെടുക്കാണ്ട് ഒരുപാട് സാധനങ്ങൾ ലിസ്റ്റ് എന്റെ മൈൻഡിലുണ്ട്. അത് വാങ്ങിക്കഴിയുന്നത് വരെ ഒരു ഫോണും ഞാൻ അറ്റൻഡ് ചെയ്യൂല. ഒരു മനസ്സും എന്റെ മാറാൻ പോലും സാധ്യതയില്ല. കാരണം എനിക്കറിയാം ഇത് ഈ സമയത്തിൽ അസ്തമിക്കുന്നതാണ്, അവസാനിക്കുന്നതാണ്, അതിനു മുമ്പ് ഞാൻ ചെയ്തു തീർക്കണം എന്ന് പറയുന്നത് പോലെ അവര് സഹാബാക്കള് അതിനെ ആ രീതിയിൽ തന്നെ കണ്ടിരുന്നു. എങ്ങനെയാണ് അതിനെ സ്കെഡ്യൂൾ ചെയ്യുക? റമദാൻ 1 അത്താഴം കഴിക്കുന്ന സമയം മുതൽ എന്റെ ടൈം വളരെ വാല്യൂ ആണ്, വളരെ വിലപ്പെട്ടതാണ്. അതിലൊന്ന് നഷ്ടപ്പെട്ടതാണ്. അതിലൊന്ന് കിട്ടിയാൽ അത് കഴിഞ്ഞ ഖുത്ബയിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഷഹീദിനെ പോലും തോൽപ്പിക്കാൻ എനിക്ക് സാധിക്കും, നോമ്പുകാരനെ സാധിക്കും എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത്ര വിലപ്പെട്ട സമയം ഞാൻ എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ധാരണ കുടുംബസമേതം പ്രിയപ്പെട്ടവരെ നമുക്ക് എടുക്കാൻ പറ്റണം. ഇവിടെ ഖുർആന് നമ്മളെ ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എപ്പോഴും ആ രീതിയിൽ ഒരു സ്ഥിരത നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മിക്കവാറും നമുക്കൊക്കെ അറിയുന്നത് പോലെ ഖുർആനിൽ ചില വിഷയങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് പറയും. സൂറ വാഖിയ നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ്, സൂറ മുൽക്ക് നമുക്ക് പരിചയമുള്ള സൂറത്താണ്. അപ്പൊ നമുക്ക് തന്നെ പരിചയമുള്ള സൂറത്തിൽ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ഈ ആയത്ത് അറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. പിന്നെ അരുവികൾ ഒഴുകുന്ന, നദികൾ ഒഴുകുന്ന, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗപ്പൂന്തോപ്പിനെ കുറിച്ചിട്ട് പറയുന്ന സ്ഥലത്തൊക്കെ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഉദാഹരണം സൂറ മുത്തഫിഫീനിൽ യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ വമിസാജുഹു മിൻ തസ്നീം ഐന യശ്റബു ബിഹൽ മുഖറബൂൻ എന്ന് പറയുന്ന വളരെ മനോഹരമായ, എന്ന് പറഞ്ഞാൽ അത് കേട്ടിരിക്കാനും വായിച്ചിരിക്കാനും അനുഭവിച്ചിരിക്കാനും ആസ്വദിച്ചിരിക്കാനും പറ്റിയൊരു ഭാഗമാണ് സൂറ മുത്തഫിഫീനിലെ സ്വർഗത്തെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ. അതില് ഖിതാമുഹു മിസ്ക് വഫീ ദാലിക എന്ന് പറയുന്ന ആയത്തിൽ യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം, സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും മുന്തിയ ഒരു പാനീയത്തെ കുറിച്ചിട്ടാണ് അവിടെ വിശദീകരിക്കുന്നത്. ആ ഒരു വെള്ളം അത് കുടിക്കുന്ന വിശ്വാസികളെ കുറിച്ചിട്ടും സ്വർഗാവകാശികളെ കുറിച്ചിട്ടുമാണ് അവിടെ വിശദീകരിക്കുന്നത്. അത് ആർക്കാണ് കിട്ടുക എന്നുള്ളത് തൊട്ടുടനെ തന്നെയുള്ള ആയത്തിൽ പറയുന്നുണ്ട്. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. ഇത് ആർക്കാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ കണ്ട് അതിനുവേണ്ടി മത്സരിക്കുന്ന ആളുകൾ ഉണ്ടാവും, അവർക്കാണ് ഇത് കിട്ടുക. മത്സരിക്കുക എന്ന് പറഞ്ഞാൽ വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തിൽ മത്സരിക്കണം. പുതിയ ലോകക്രമം തന്നെ നമ്മൾ പരിശോധിച്ചാൽ ലോകം ഇങ്ങനെ പോകണല്ലോ.
ലോകത്ത് മനുഷ്യരുണ്ടാക്കുന്ന സാമ്രാജ്യങ്ങൾ, മനുഷ്യരുണ്ടാക്കുന്ന ഒരുപാട് ഒരുപാട് കോർപ്പറേറ്റ് സംവിധാനങ്ങൾ, മനുഷ്യരുണ്ടാക്കുന്ന ബിസിനസ് മേഖലകൾ, മനുഷ്യരുണ്ടാക്കുന്ന ആധുനിക വിദ്യകൾ, ടെക്നോളജികൾ, ഇങ്ങനെ മനുഷ്യനുണ്ടാക്കുന്ന നിർമ്മിതി ബുദ്ധികൾ പോലും, AI പോലും പല അർത്ഥത്തിലും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റുകൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു, ബിസിനസ് ഓണേഴ്സ് തമ്മിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കോർപ്പറേറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ അവര് തമ്മിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു മാസത്തെ ടാർഗറ്റ് തീർക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. AI തന്നെ പല വേർഷനുകൾ, അത് എവിടെയൊക്കെയാണ് അത് അഡാപ്റ്റ് ചെയ്യുക, എവിടെ കൊണ്ടാലാണ് അത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ നേടുക, എന്റെ ബിസിനസ്സിൽ AI സ്വാധീനം എന്താണ്, ഞാനൊരു വിദ്യാഭ്യാസത്തിൽ ഞാൻ പഠിക്കുന്ന ഒരാളാണ്, എന്റെ പഠനത്തിന്റെ മികവിൽ അത് AI എന്നെ സഹായിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ AI ബന്ധപ്പെട്ട് അതിന്റെ ടെക്നോളജി വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അതിന്റെ ശാസ്ത്ര മേഖലയിൽ നിൽക്കൊണ്ടിരിക്കുന്ന ആളുകൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ലോകം തന്നെയാണ് ദുനിയാവ് എന്ന് പറയുന്നത്. ആ ദുനിയാവിൽ നിന്നുകൊണ്ട് പടച്ചോൻ പറയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഈ മത്സരങ്ങളൊക്കെ താൽക്കാലികമാണ്. അതേസമയം അവൻ മത്സരിക്കേണ്ടത് എന്ന് ഖുർആൻ അതിശയിപ്പിക്കുന്ന, അതിമനോഹരമായി വിശദീകരിക്കുന്ന, നമ്മളൊക്കെ ഒരു നാൾ കാണണമെന്നും കാരണമെന്നും സ്വർഗത്തിൽ പ്രവേശിക്കണമൊക്കെ ആഗ്രഹിക്കുന്ന നമ്മള് എന്തിനാണ് മത്സരിക്കേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞു തരികയാണ്. അത് നിങ്ങളുടെ ഈമാൻ വളർത്തുന്നതിൽ, റമദാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് റമദാനിന്റെ പ്രിപ്പറേഷനിൽ മത്സരിക്കണം. റമദാൻ 1 മുതൽ നമ്മൾ എന്തായാലും മത്സരിക്കും, പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ മത്സരം തുടങ്ങണം. എന്റെ ഈമാൻ അത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാം. ഏതുപോലെ എന്ന് പറഞ്ഞാല് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും. ഭയങ്കര ബോണ്ടാണ് അവരുടെ സൗഹൃദത്തിൽ. അവരുടെ സൗഹൃദം അവരുടെ ബിസിനസ്സിലും അവരുടെ സോഷ്യൽ ലൈഫിലും മാത്രം കീപ്പ് ചെയ്ത ഒന്നല്ല. അവരുടെ സൗഹൃദം ഈ പറയുന്ന കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ഉപയോഗിച്ചിരുന്നു. എന്റെ ഇപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ എന്റെ ജീവിതത്തിലെ ഒരു ആരാധനയിൽ കൂടാൻ എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ മുന്നിൽ ഞാൻ എപ്പോഴും ഒന്നാമനാകണം. അതേപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിചാരിക്കും, ഇന്നെങ്കിലും എനിക്ക് അബൂബക്കറിനെ തോൽപ്പിക്കണം. എന്ത് കാര്യം ചെയ്തിട്ടാണ് അബൂബക്കറിനെ തോൽപ്പിക്കുക എന്ന് ദിവസവും ആലോചിക്കുന്ന ഒരു ചങ്ങാതിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇതിങ്ങനെ ഒബ്സർവ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഉമറുള്ളാന്റെ പണി. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കും, അബൂബക്കർ സിദ്ദീഖ് ദിക്റുകൾ എന്തെങ്കിലും കൂടുതൽ ചെല്ലുന്നുണ്ടോ, ഒന്നുമില്ല, സമാധാനം. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്, നേരെ വീട്ടിലേക്ക് പോകണോ അതല്ല വേറെ എന്തെങ്കിലും ചെയ്യാൻ പോകണം. ചില ആളുകൾ പള്ളിയിൽ തന്നെ ഇരിക്കും, ഖുർആൻ ഓതും, ഒരുപാട് നേരം ഖുർആൻ പാരായണം ചെയ്യും. അപ്പൊ എന്തോ രീതിയിൽ അബൂബക്കറിനെ തോൽപ്പിക്കണം എന്ന് എപ്പോഴും മനസ്സിലുള്ള ആത്മമിത്രം ഒരു ദിവസം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരത്തിന് ശേഷം പെട്ടെന്ന് തന്നെ ദിക്റുകളൊന്നും ചെല്ലാതെ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പോകുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകേണ്ട വഴിയിലല്ല പോകുന്നത്, ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ദൂരെ സഞ്ചരിക്കുകയാണ്. ഒരു ദിവസം കണ്ടു, രണ്ടാമത്തെ ദിവസവും കണ്ടു, മൂന്നാമത്തെ ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആലോചിച്ചു, ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല, എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, അത് അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്, എനിക്കും ചെയ്യണമല്ലോ, കാരണം ഈ പറയുന്ന കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാന്റെ മുന്നിൽ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സുബഹി കഴിഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം പിറകുന്നേ പോയി. അങ്ങനെ പോയിട്ട് ഈ നടത്തം തീരുന്നില്ല. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തിയ സ്ഥലത്തിന്റെ ഒരുപാട് ദൂരെയുള്ള ഒരു മരത്തിന്റെ സൈഡിൽ നിന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വീക്ഷിക്കുകയാണ്. എന്താണ് സംഭവം? ഒരു കുടിലേക്കാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പോകുന്നത്. ഒരു കുടിൽ. ആ കുടിലിൽ വാതിൽ മുട്ടുന്നു. ഒരു വൃദ്ധയായ സ്ത്രീ വാതിൽ തുറക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചു നേരം അകത്തേക്ക് കയറുന്നു. അകത്തെന്തൊക്കെയോ സംഭവിക്കുന്നു. ഒരു കുറച്ചു നേരം കഴിഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങുന്നു. വന്ന വഴിയിലല്ലാതെ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോകുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അതിശയായി നേരെ ആ വീട്ടിലേക്ക് പോയി. ആ വീട്ടിലേക്ക് പോയപ്പം വാതിലിന് മുട്ടി. ആ സ്ത്രീ വാതിൽ തുറന്നു. തീരെ വയ്യാത്തൊരു സ്ത്രീ, കണ്ണ് കാണുന്നില്ല, നല്ല പ്രായമായിട്ടുണ്ട്, സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ത്രീയാണ്. ആ സ്ത്രീനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇവിടെ തൊട്ട് മുമ്പ് വന്നത് ആരാണെന്ന് ചോദിച്ചു. അപ്പൊ സ്ത്രീ പറഞ്ഞു, ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ മോന് ദിവസവും വരും, എല്ലാ ദിവസവും വന്ന് എന്റെ വീടിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും, എന്നിട്ട് എനിക്ക് വേണ്ടുന്ന ഭക്ഷണം, അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അത് എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരും. എന്റെ മറ്റു കാര്യങ്ങൾ, എന്റെ അസുഖവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ ആ മരുന്നുകളൊക്കെ തരും. അത് തന്ന് എല്ലാം വൃത്തിയാക്കി പോയി. ഇന്നേ വരെ ഞാൻ ചോദിച്ചിട്ട് അവന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു.
ഇത് കേട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി പറയാണ്, അബൂബക്കർ സിദ്ദീഖ് ഇത് ഖലീഫ, അന്നത്തെ ഖലീഫയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഞാൻ ഇനി എടുക്കേണ്ട പണിയല്ല, അത് എന്നെ കൊണ്ട് പറ്റാത്ത പണിയാണ് എന്ന് ആ മൊമെന്റിൽ തീരുമാനിക്കുകയും ആ കോമ്പറ്റീഷനിൽ നിന്ന് പിന്മാറുകയും ചെയ്യാണ്. എന്ന് പറഞ്ഞാല് സഹാബാക്കൾ ആ രീതിയിൽ കണ്ടിരുന്നു, എന്റെ നിസ്കാരം ദുഹറിനേക്കാൾ അസർ നന്നാകുന്നുണ്ടോ എന്നും അസറിനേക്കാൾ മഗ്രിബ് നന്നാകുന്നുണ്ടോ, ഇങ്ങനെ ദിവസവുമുള്ള ഇവാലുവേഷനിലൂടെ ഒരു കോമ്പറ്റീഷൻ അവർക്കിടയിൽ നടന്നിരുന്നു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു നമുക്കൊക്കെ അറിയുന്ന ഒരു സഹാബിയാണ്. അസറിന് നിക്കാഹ്, ഇന്ന് അസറിന് നിക്കാഹാണ്. അസറിന് നിക്കാഹ് ആയ ഒരു പുതുമാരൻ അണിഞ്ഞൊരുങ്ങി എല്ലാ രീതിയിലും സഹാബാക്കൾക്കിടയിൽ ഇങ്ങനെ ചങ്ങാതിമാരുടെ കൂടെ പള്ളിയിലേക്ക് വരുന്നു. അസറിന്റെ സമയത്ത് നിക്കാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുത്തിട്ട് നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു. മണവാട്ടി വീട്ടിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ഈ സമയത്താണ് നിക്കാഹിന്റെ ശേഷം പെട്ടെന്ന് ഒരു യുദ്ധത്തിന്റെ ആഹ്വാനം വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി സഹാബാക്കളെ മുഴുവനും വിളിച്ചുകൂട്ടി ഇന്ന് തന്നെ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആളുകളോട് എടുക്കാൻ പറഞ്ഞു. അതിന് പിന്നെ പ്രാപ്തമായ ആളുകളെ തെരഞ്ഞെടുക്കുന്നു, അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. ഇങ്ങനെ റസൂലുള്ള ഭയങ്കര തിരക്കിലാണ്. ഈ തിരക്കിൽ അന്ന് രാത്രി മണിയറയിലേക്ക് പോകേണ്ട സഅദ് റളിയല്ലാഹു അൻഹു ഈ വിഷയം അറിഞ്ഞു. ഇന്ന് രാത്രി റസൂലുള്ളയും സംഘവും യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നുണ്ട്, എന്ത് ചെയ്യും? രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ എനിക്ക് വേണമെങ്കിൽ മണവാട്ടിയുടെ കൂടെ പോകാം, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാത്രിയാണ് ഇന്ന്, എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച് കൊതിച്ച് ആശ്വസിച്ച് എന്താ പറയാ അത്രയും ആശിച്ചിരിക്കുന്ന ഒരു മൊമെന്റ്, നിക്കാഹ് കഴിഞ്ഞു, ഹലാലായത് ശേഷം ഏതൊരു പുതുമാരനും ഏതൊരു പുതുനാട്ടിയും ആഗ്രഹിക്കുക ഒന്നിച്ച് നിൽക്കാനാണ്, ഒന്ന് ജീവിക്കാനാണ്. പക്ഷെ സഅദ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചത്, എനിക്ക് ആ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന മണവാട്ടിയേക്കാൾ ചമയിച്ചിരിക്കുന്ന മണിയറയേക്കാൾ എന്റെ മുന്നിൽ യുദ്ധത്തിന്റെ ഭൂമി ഇങ്ങനെ അതിനേക്കാൾ ഭംഗിയിൽ ഇങ്ങനെ കാണാൻ. എന്തുകൊണ്ട് അങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ, ആ യുദ്ധഭൂമിയിൽ അവർ കാണുന്ന ഒരു കാഴ്ച നമ്മൾ നേരത്തെ ഓതി വെച്ച് എന്ന് തുടങ്ങുന്ന സൂറ മുത്തഫിഫീനിലും സൂറ വാഖിയിലും ഒക്കെ നമ്മൾ നിരന്തരം പാരായണം ചെയ്യുന്ന സ്വർഗത്തിന്റെ ആയത്തുകൾ അവരിങ്ങനെ മനസ്സിൽ ഓർക്കുകയല്ല, സ്വർഗം ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു മണിയറയിലേക്ക് പോകാതെ യുദ്ധത്തിന് പോയിട്ട് ഷഹീദായ സ്വഹാബിയാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഇത് ഒരു കാലത്ത് നടന്ന ഏതെങ്കിലും ഒരു മിറാക്കിൾസ് ആയിട്ട് നമ്മൾ പറയുന്നതല്ല. അത് ആ കാലഘട്ടത്തിൽ മാത്രം സംഭവിക്കാനുള്ള, സ്വഹാബാക്കളുടെ ജീവിതത്തിൽ മാത്രം സംഭവിക്കുന്ന എന്തോ ഒരു മിറാക്കിളാണ്. അങ്ങനെയല്ല ഇസ്ലാം ഇവരെ പഠിപ്പിക്കുന്നത്. അവരും മനുഷ്യരാണ്, അവർക്ക് മനുഷ്യരല്ലാത്ത മറ്റൊരു പ്രത്യേകതയും പ്രവാചകരോ ഇസ്ലാമോ ഖുർആനോ പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പോ എന്തുകൊണ്ടെന്ന് പറഞ്ഞ പേഴ്സ്പെക്റ്റീവാണ്. അവരെങ്ങനെയാണ് അതിനെ കണ്ടത്, നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവിന്റെ ഒരു മാറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ റമദാൻ വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും എടുക്കേണ്ട തീരുമാനം, കഴിഞ്ഞ 2 ഖുത്ബകളിൽ സൂചിപ്പിച്ചതുപോലെ എന്റെ ഖുർആനുമായി ബന്ധം ഞാൻ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യണം. ഖുർആൻ പാരായണത്തിൽ, ഖുർആനിന്റെ പഠനത്തിൽ, ഖുർആനിന്റെ ആശയം മനസ്സിലാക്കുന്നതിൽ, എന്താണ് ഖുർആൻ എന്നോട് സംസാരിക്കുന്നത് എന്നതിലൊക്കെ എന്റെ സമയം ഞാൻ ഏതോ അർത്ഥത്തിൽ, അതെന്റെ ഔദാര്യമോ ഞാൻ ചെയ്യുന്ന എന്തോ വലിയ കാര്യമല്ല, അത് എന്റെ ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തി പോകുന്ന വലിയൊരു അനുഗ്രഹമാണ്. അത് കിട്ടിയില്ല എങ്കിൽ എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി, ഖുർആൻ മനസ്സിലാക്കാൻ പറ്റിയില്ല, ഖുർആൻ ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം കൂടി നമുക്ക് ഉണ്ടാകണം. ആ രീതിയിലുള്ള ഒരു പ്ലാനുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കുടുംബസമേതം, നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും എല്ലാവരും അടങ്ങുന്ന ഒരു രീതിയിൽ എടുക്കണം. 2, അത്തരം കാര്യങ്ങളിൽ മാത്സര്യ ബുദ്ധിയോടുകൂടി കാണണം. കുട്ടികൾ ആ രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അവരെ ഈ പ്രായത്തിൽ തന്നെ ഖുർആനുമായും ഇസ്ലാമിന്റെ മൂല്യങ്ങളുമായും സ്വഭാവങ്ങളിലും ഒക്കെയുള്ള കാര്യങ്ങളിൽ മത്സര ബുദ്ധിയോടുകൂടി ഇത്തരം വിഷയങ്ങളെ കാണാൻ പരിശുദ്ധ ഇസ്ലാമും പരിശുദ്ധ ഖുർആനും സ്വർഗാവകാശികൾ എന്ന നിലക്ക് നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അള്ളാഹു ആ അർത്ഥത്തിൽ മാത്സര്യ ബുദ്ധിയോടുകൂടി തന്നെ സ്വർഗത്തിൽ കയറുന്ന സ്വർഗാവകാശികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായ പരിശുദ്ധ റമദാൻ, ആ റമദാനിൽ ജീവിക്കുവാനും ഏറ്റവും നന്നായി അമലുകൾ ചെയ്ത് സ്വർഗാവകാശികൾക്ക് അള്ളാഹു കൊടുക്കുന്ന എല്ലാ പ്രതിഫലവും കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദിൽ സ്വമദ് الذي لم يلد ولم يولد ولم يكن له كفوا احد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും വിധിവിലക്കുകളും പാലിച്ച് അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു അറിയപ്പുള്ളത് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി സിറ്റി സമിതി അംഗവും സിറ്റി പ്രസിഡന്റ് നമുക്കൊക്കെ സുപരിചിതനായ ഷമീർ സാഹിബിന്റെ ഭാര്യ പിതാവുമായ ഇസ്മായിൽ സാഹിബ് ഇന്നലെ അള്ളാഹുലേക്ക് യാത്രയായി. മയ്യത്തിന്റെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഏറ്റവും നല്ല സമയത്ത് അദ്ദേഹത്തിന്റെ യാത്ര ഏറ്റവും നല്ല യാത്രയായി, സ്വർഗത്തിലേക്കുള്ള യാത്രയായി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് വേണ്ടിയിട്ടുള്ള മയ്യത്ത് നമസ്കാരം നമ്മുടെ ജുമാ നമസ്കാരത്തിന് ശേഷം ഉണ്ടാകുന്നതാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും അമലുകൾ പരിപൂർണമായും സ്വീകരിക്കുകയും മരണസമയം ഏറ്റവും നല്ല സമയമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഇസ്സത്തും അഭിമാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പര സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാർ നമ്മുടെ വീട്ടിലും കുടുംബത്തിലൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അള്ളാഹു പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട രോഗങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.